അമ്മ ഒരു 2 മിനിറ്റ് കഴിയുമ്പോ ആ കുക്കർ ഒന്ന് നിർത്തിയരേ. ഞാൻ നോക്കിക്കോളാടി, നീ വേഗം പോയി റെഡിയാന്ന് നോക്ക്. ആമി ഒന്ന് പെട്ടെന്ന് റെഡി ആക്കിയ ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. അമ്മ ഒരു മിനിറ്റ്, ബുക്കും കൂടെ എടുത്തു വെക്കാനുണ്ട്. എന്റെ ഉത്തോണ്ട് നിങ്ങൾ ഈ സാരി തേച്ചില്ലേ? അതെ, ഒരറ്റം തേക്കുമ്പോ മറ്റേ അറ്റം ചുളുങ്ങി വരുന്നു. അതിന് എന്റെ ഒരറ്റം നിങ്ങൾ തേച്ചിട്ടില്ലല്ലോ. അത് ഒരറ്റം തേക്കുമ്പോ മറ്റേ അറ്റം ചുളുങ്ങുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തേച്ചില്ല. ഇത് വെറുതെ ഓരോ മോഡൽ ന്യായം പറയല്ലേ. നിങ്ങൾ ചെയ്യുന്ന ഓർത്തില്ല ഞാൻ അടുക്കള ഓരോ പണിക്ക് പോയതാ. സമയമില്ല. സമയം എന്ന് പറഞ്ഞാൽ എനിക്ക് സമയമില്ലാണ്ട് ഞാൻ ഈ വീട്ടിലെ എല്ലാവരുടെയും കാര്യം ചെയ്യുന്നില്ലേ? അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. എന്ന് ഉത്തോണ്ടായി ഒന്ന് തേച്ച് വെക്കാൻ പറ്റില്ല. നിങ്ങൾ സമ്മതിച്ചോണ്ടല്ലേ ഞാൻ ഇത് വിട്ടിട്ട് പോയതാ. ഇങ്ങനെയുണ്ടൊരു മനുഷ്യൻ, എന്ത് കഷ്ടാ നോക്ക്. ഞാൻ എന്തുകൊടുത്തോണ്ട് പോകാൻ ഒരു ചുരിദാർ പോലും തേച്ചതില്ല ഈ വീട്ടില്. കഷ്ടമുണ്ട്. പ്രശ്നം ഒന്നും ഇല്ല എന്റെ അച്ഛാ. അല്ല എന്താ പ്രശ്നം പറ. എന്റെ അച്ഛ എന്റെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു. അപ്പൊ ഞാൻ പോകാൻ ഒരുങ്ങായിരുന്നു. അയ്യോ അതിന് പൈസ തന്നില്ലേ? അയ്യോ എനിക്ക് പൈസ ഒന്നും വേണ്ട. അതല്ല, ഇട്ടോണ്ട് പോകാനുള്ള സാരി ഒന്ന് തേച്ച് തരാമെന്ന് എന്റെ ഭർത്താവിനോടൊന്ന് ചോദിച്ചു പോയി. എനിക്ക് അടുക്കളയിലെ പണി കഴിഞ്ഞിട്ട് വേണ്ട ഇതൊക്കെ തേക്കാൻ. ഇവന്റെ കാര്യം ഉത്തമ നീ ആശയുടെ സാരി തേച്ചു കൊടുക്കാത്തത് സമയമില്ല സാർ. സ്വന്തം ഭാര്യയുടെ സാരി തേക്കുന്ന അത്ര വലിയ കുറച്ചിട്ടൊന്നുമല്ല. ലളിതയുടെ എത്ര സാരി ഞാൻ തേച്ചു കൊടുത്തിട്ടുണ്ടെന്നാ. സമയമില്ല. തേച്ചു കൊടുക്ക്. സമയമില്ലാത്തോണ്ടല്ലേ പറഞ്ഞു. 2 മിനിറ്റത്തെ കാര്യമുള്ളൂ. നീ അതൊക്കെ പിന്നെ അവനവന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സമയമുണ്ടല്ലോ. ഇത് തേക്കാൻ സമയം ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഓണത്തിന് ചുക്കി ചുളുങ്ങിയ മുണ്ട് കൊടുത്തോണ്ടാണ് ഞാൻ ഇവിടെ നിന്ന്. അപ്പൊ ആർക്കും ഒന്നും കുഴപ്പമൊന്നുമില്ല. അയ്യോടാ, ഓണത്തിന് സദ്യ കഴിക്കാൻ വന്നിരിക്കുമ്പോഴത്തേനും ഈ മുണ്ടും തേപ്പൂട്ടിയും തന്നാ മതിയായിരുന്നോ? പോട്ടെ, അതിന് ക്രിസ്മസ് വരുമ്പോ തേച്ചു തരാം. നീ ഇത് തേച്ചു കൊടുക്ക്. അച്ഛാ, ഒരുപാട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഉത്തമൻ. ഒരുപാട് തേച്ച് കിട്ടിയിട്ടുണ്ട് ഉത്തമന്. തേച്ച് കൊടുക്കുക ഉത്തമന്റെ ജീവിതം ഇനിയും ബാക്കി. എന്ത് വർത്താനം വെച്ചാ പറയുന്നേ? ഞാൻ തേച്ചെന്നാ മതിയോ? വേണ്ട അച്ഛാ, ഇനിയിപ്പോ തേച്ചു കൊടുത്തിട്ട് അല്ല, ഞാൻ നന്നായിട്ട് തേച്ചു തരും. അയ്യോ വേണ്ട. ലളിതേ വന്ന് പിള്ളേർക്ക് എപ്പോഴും വഴക്കുണ്ടാക്കാനേ നേരമുള്ളൂ. ആ രണ്ടോട് വഴക്കുണ്ടാക്കിക്കൊണ്ടുള്ള വരവാണല്ലോ. അയ്യോ, ഞാൻ വഴക്കുണ്ടാക്കിയെന്നല്ല. ആ ആശ ഉത്തമനും തമ്മിൽ അവിടെ ഒരേ വാടിയാ. അയ്യോ, അവള് റെഡിയായില്ലേ? ആരുടെ കല്യാണത്തിന് പോകണമെന്നും പറഞ്ഞാണല്ലോ ഇവിടുന്ന് പോയെ. രണ്ടും കൂടെ അവിടെ കിടന്ന് കടിപിടി കൂടിക്കൊണ്ടിരിക്കുക. അയ്യോ, ആര് കടിപിടി കൂടുന്ന എന്റെ ചേട്ടനും ചേട്ടത്തി ആശയുടെ സാരി എന്തോ ഉത്തമൻ തേച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഒരേ ബഹളം. അടി കൂടട്ടെ, ഇതൊക്കെ കാണാൻ ഒരു രസമല്ലേ? അടി കൂടട്ടെ. അയ്യ, എന്തോന്ന് രസം. നിന്റെ കല്യാണം കഴിയുമ്പോ അറിയാം അതിന്റെ രസമൊക്കെ. ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ശരിക്കും ചില തീരുമാനങ്ങൾ ഉടനെ എടുക്കേണ്ടി വരും. അയ്യടാ, അവന്റെ ഒരു നാണം കണ്ടില്ലേ? എടാ, നിനക്കൊക്കെ കുറച്ച് പക്വത വന്നിട്ടേ നിന്നെ കൊണ്ട് പെണ്ണൊക്കെ കെട്ടിക്കുന്നുള്ളൂ. തൽക്കാലം നീ പോയി അവരുടെ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് കൊടുത്തേ. ഞാൻ എങ്ങനെ സോൾവ് ചെയ്യാൻ അവരുടെ പ്രോബ്ലം പോയി? അവന് പ്രോബ്ലം സോൾവ് ചെയ്യാനല്ല, പ്രോബ്ലം ഉണ്ടാക്കാനല്ലേ അറിയാവൂ. നീ പോയി ആശയുടെ ആ സാരി തേച്ചു കൊടുക്കടാ. ഇതൊക്കെ വെറും സൗന്ദര്യ പിണക്കമാന്നേ. അമ്മ, ഇത് സൗന്ദര്യ പിണക്കം അല്ല. പിന്നെന്തോന്ന്? ചേട്ടനും ചേട്ടത്തിയും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യമാണ്. എന്തോന്ന് ആശയപരമായ വൈരുദ്ധ്യം? വിച്ച് മീൻസ് ഞാൻ പറഞ്ഞുതരാം. അതായത് സ്ത്രീയുടെ വസ്ത്രവും പുരുഷന്റെ വസ്ത്രവും തമ്മിലുള്ള ആശയപരമായിട്ടുള്ള വൈരുദ്ധ്യമാണ് ഈ ഇതിനെപ്പറ്റി നമ്മൾ പറയുന്നത്. ഇത് ആശയപരമായ വസ്ത്ര വൈരുദ്ധ്യം ഒന്നും അല്ല. ഈ ലളിതയുടെ എത്രയോ സാരി ഞാൻ തേച്ചു കൊടുത്തിട്ടുണ്ട് ആവേശത്തോടെ. ആ ആവേശത്തിൽ എത്ര എണ്ണം കരിച്ചിട്ടുണ്ടോ നിന്റെ അച്ഛനോട് ചോദിച്ചേ? അത് പിന്നെ തുണിയും തേപ്പൂട്ടിയൊക്കെ ആകുമ്പോ ചിലപ്പോ കരിഞ്ഞൊന്നും അടി പിടിച്ചൊന്നും ആയിരിക്കും, സ്വാഭാവികം. നിങ്ങളുടെ വല്ലോ ഞാൻ കരിച്ചു കളഞ്ഞിരുന്നെങ്കിലോ ഈ വീട് തലകുത്തി വെച്ചു. നിങ്ങൾ ഇങ്ങനെ കിടന്ന് അടിയുണ്ട്. ഞാൻ ഇതിന്റെ ഒരു പ്രതിവിധി പറഞ്ഞു തരാം. അതായത് ചേട്ടനും ചേട്ടത്തി ഇപ്പൊ വഴക്കൂടിക്കൊണ്ടിരിക്കുവല്ലേ. പൈങ്കിളി അളിന് ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടാറുണ്ട്. അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വഴക്കൂടാറുണ്ട്. നീ കാര്യം പറയണേ, ചുമ്മാ നടന്നേ. അതായത് സ്നേഹിക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ രണ്ടുപേരും അവരെ കാണിച്ചു കൊടുക്കണം. അതിനിടയ്ക്ക് കൂടെ നിങ്ങൾക്ക് സ്നേഹിക്കാമല്ലോ. എങ്ങനെ? അതായത് അവരെ കാണുന്ന രീതിയിൽ നിങ്ങൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഇങ്ങനെ ചിരിച്ച് റൊമാൻറ്റിക് ആയിട്ടൊക്കെ പോകണം. അത് കണ്ട് അവർക്ക് കുശുമ്പ് വരണം. എന്ത് പോടാ അവിടുന്ന്? അത് നല്ല ഐഡിയടാ. പിന്നെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ലേ പിള്ളേര് പഠിക്കുന്നത്? അങ്ങനെ അച്ഛനും അമ്മയും ഈ കാര്യം കണ്ടത് മക്കൾ പഠിക്കുന്നു വേണ്ട. പിന്നെ മക്കൾ എങ്ങനെയാ പഠിക്കണേ? നമ്മളെ കണ്ടല്ലേ അവര് പഠിക്കണ്ടേ? എടി എപ്പോ ഇങ്ങനെ വിവരമില്ലാതെ പലതും പറയാം. അതുകൊണ്ടാണ് നമ്മൾ തുള്ളാനും നിൽക്കല്ലേ. ഇവൻ വിവരക്കേടല്ല ഇപ്പൊ പറഞ്ഞു. അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ തമ്മിൽ സ്നേഹിക്കുന്ന കണ്ടാലേ പിള്ളേര് തമ്മിൽ ഒരു സ്നേഹമൊക്കെ കാണും. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇങ്ങോട്ട് കറക്റ്റ് അല്ലേ? എന്നെ കൊണ്ടൊന്നും വയ്യ. നിങ്ങളെ കൊണ്ട് എന്താ വയ്യാത്തെ? അച്ഛനെ കൊണ്ട് പറ്റും. അച്ഛനെ കൊണ്ട് ചെല്ല്. അതെ, ഇങ്ങോട്ട് നോക്കിക്കേ. വീശി കാണിക്കണോ ഞാൻ ആ കൊടി? എന്താ അത് നീ പറഞ്ഞതുപോലെ ഞാൻ പറയാം. അതായത് നീ പറഞ്ഞതുപോലെ നമ്മൾ തമ്മിൽ അവരുടെ മുമ്പിൽ ഇങ്ങനെ സ്നേഹത്തോടെ ഒക്കെ നടക്കണമല്ലോ. അപ്പൊ അതിന് ഈ സ്നേഹം തോന്നിക്കുന്ന ഒരു സിഗ്നൽ കൊടി വീശണം. സെറ്റാണോന്നോ? നിങ്ങൾ സെറ്റല്ലേ? റൊമാൻറ്റിക് അമ്മറാതെ മോന്ന് മാറ്റിട്ട് നേരെ ചിരിച്ച് കളിച്ച് നിൽക്കണാണ്. അങ്ങനെ അങ്ങോട്ട് നോക്കിയില്ല, എന്നെ നോക്കാതെ. എന്തൊരു കഷ്ടം നോക്കുന്നത്. അടുത്തൊക്കെ നിന്ന് റൊമാൻറ്റിക് ആണ് വെച്ചാ അറിയുന്നവരാന്ന് ഞാൻ ശല്യപ്പെടുത്തി. ഞാൻ നിങ്ങൾ റൊമാൻറ്റിക് ആണ്. ഒന്ന് അഭിനയിക്കെങ്കിലും ചെയ്യ മനുഷ്യ. പറഞ്ഞിട്ടുണ്ട്. അവൻ പറഞ്ഞ കാര്യമല്ലേ? പിന്നെ പോണോ?
ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. പോയടാ അച്ഛൻ. നിങ്ങക്ക് പണ്ട് ഇങ്ങനെ റൊമാൻറ്റിക്. ഇങ്ങേർക്കൊക്കെ ഇത് വല്ലതും പറ്റുമോ? ഡി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടാ. അപ്പച്ചി നിന്റെ സസ്പെൻഷൻ കഴിഞ്ഞില്ലേ? ആ യൂത്ത് ഫെസ്റ്റിവലും കഴിഞ്ഞില്ലേ? ആ പിന്നെ എന്തിനാ നീ ഇവിടെ ഇരിക്കുന്നത്? പൊക്കൂടെ നിനക്ക്? ഞാൻ 2 ദിവസം ഇവിടെ കൂടുതൽ നിന്നെന്ന് വെച്ചാൽ അപ്പച്ചിക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമുണ്ട്. അമ്മ എനിക്ക് തരുന്ന മുട്ടയുടെ റേഷൻ കുറച്ച്. അയ്യോ ഞാൻ മുട്ട അങ്ങ് തന്നോളാം. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. വേറെ എന്തോ ഒപ്പിച്ചിട്ടില്ലേടി നീ? ഒന്ന് പോയാ അപ്പച്ചി ചുമ്മാ. അമ്മ ഞാൻ ഒറ്റയ്ക്ക് ഷൂലേസ് കെട്ടാൻ പഠിച്ചു. ആണോ? ഗുഡ് ബോയ്. ആ പിന്നെ അത് ആമി കെട്ടി തന്നെയായിരിക്കും. ഞാൻ കെട്ടി കൊടുത്തൊന്നുമല്ല, അവൻ തന്നെത്താൻ കിട്ടിയവ. ആ ഞാൻ തന്നെത്താനെ കെട്ടിയതാ. ആ എന്നാ ഒരു കാര്യം ചെയ്, നീ അത് അഴിച്ചിട്ട് ഒന്നും കൂടി കെട്ട്. അങ്ങോട്ട് കെട്ടി കാണിച്ചു കൊടുക്കടാ. ഓ അവളുടെ ഒരു സംശയം. ആ വെക്ക്. ഇനിയേ ഞാൻ അയച്ചിട്ട് കെട്ടി ശരിയായില്ലെങ്കിൽ വലിച്ചേച്ചിനെ കളിയാക്കൂലേ? അത് ഞാൻ ഉറപ്പായിട്ട് കളിയാക്കും കണ്ണാ. അങ്ങനെങ്ങാനും എന്റെ കൊച്ചിനെ കളിയാക്കി നിന്റെ മൂക്കിടിച്ച് ഞാൻ പരത്തും. കണ്ണാ കെട്ടി കാണിച്ചു വെക്കടാ. നീ എന്തിനാ പേടിക്കുന്നത്? നീ എന്നല്ലേ ഇത് കെട്ടിയേ? ഊര്. ഊരാനും കൊച്ചു. നീ കൈവിട്. ആ കെട്ടട്ടെ. അങ്ങനെയല്ല. ചുമരി. ഫൗളാണ്. ആ തെറ്റി തെറ്റി തെറ്റി. ചുമരി. ചുമ്മാ ഇരി. ആ അത് തന്നെ അത് തന്നെ. ആ, കുറച്ചുകൂടെ കൊച്ചു വലിയ കഴിഞ്ഞ വലിയ ഹോൾ ഒന്നും കൂടി വലിയ കിരിക്കിട്ട്. വലിയ ആ എന്ത് കഷ്ടത്. ആ ആ good boy. വരട്ടെ. ആ ഓക്കേ. ഇപ്പൊ കണ്ണത് ക്ലാപ്പ് കിട്ടും. കണ്ടാടി കണ്ടാ കൊച്ചു കെട്ടിയ കണ്ടാ? അശ്ശേ വലിയ ചമ്മി പോയടാ. നീ എന്തേന്ന് വാങ്ങട്ടെ, നീ എന്തേലും വാങ്ങ. ചോദിക്കാനും പറഞ്ഞ ആൾക്കാരുണ്ട്. അത്യാവശ്യം ഒരു കാര്യം പറയണ്ട. ഒരു കാര്യം കാണിച്ചു ബാ. എടാ, ഞാൻ വീണോടാ. ഇങ്ങോട്ട് ബാ. ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ഞാനേ ഒറ്റയ്ക്ക് ഷൂലേസ് കെട്ടാൻ പഠിച്ചു. ഷൂലീസ് ഇട്ടാൻ പഠിച്ചവൻ. ഇതാണോ ഇത്ര വലിയ കാര്യം? അതെന്താടാ ഒരു അയ്യേ. 10ാം ക്ലാസ് കഴിയുന്ന വരെ ഈ ചെറുക്കന് ഷൂലേസ് കെട്ടാൻ അറിയത്തില്ലായിരുന്നു. ഞാനും ചേട്ടനോ മാറി മാറി കെട്ടിക്കൊടുത്തോണ്ടിരുന്നത്. നിനക്ക് എന്തോ കൊച്ചേ എപ്പൊ നോക്കിയാലും അയ്യയ്യെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്ക് ഷൂലേസ് നേരത്തെ കെട്ടണൊക്കെ അറിയായിരുന്നു. അയ്യോ 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 വേറെ ആരോടെങ്കിലും ചെന്ന് പറയാം. 10ാം ക്ലാസ് കഴിയുന്നവരെ നിനക്ക് അറിയത്തില്ലായിരുന്നു. എന്റെ കൊച്ചിന് ഇപ്പഴേ അറിയാം. കാര്യം കാണിച്ചു തരാം. എന്ത് അത്യാവശ്യ കാര്യം. നീ ഇങ്ങോട്ട് ബാ. നീ ഇവിടുത്തെ പറ. എവിടെ പോണ്? എവിടെ ഞങ്ങളും പോണ്? കൂടെ വരട്ടെ. ആ എന്നാ നീ ബാ. അയ്യോ അയ്യോ എന്റെ മണ്ടയ്ക്ക് തൂങ്ങാതെ എല്ലാം കൂടെ. ആ, ഇങ്ങോട്ട്. കഴിക്കുന്നേ എന്തിന് ഇവര് വരുമ്പോ വെച്ചാ പോരെ? ഇതൊരു റിഹേഴ്സൽ ആയിട്ട് കൂട്ടിയാ മതി. എനിക്ക് റിഹേഴ്സൽ ഒന്നും വേണ്ട, ഞാൻ നന്നായി ചെയ്യുന്ന ആളാ. കഴിക്കണ്ട മനുഷ്യ. ഇതിന്റെ അടുത്ത് ഇപ്പൊ എന്റെ വായിലോട്ട് വെക്കാൻ പറഞ്ഞത്. വേണ്ട വേണ്ടാന്ന് വെക്കുമ്പോൾ നീ എവിടെ പോണ്? നിങ്ങളോടെ വാവുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ചില സാധനങ്ങളൊക്കെ വേണം. അത് എടുക്കാൻ പോവാ. ഓ കൊടിയെടുക്കാൻ പോണതായിരിക്കും. അതെ, കൊടി എടുക്കാൻ തന്നെ പോവാ. നീ അവിടെ ഇരിക്ക്. ഞാൻ എന്തോന്ന് ഇത്ര നേരം ഞാനല്ലേ തന്നത്, ഇനി എനിക്കിതാ. ഈടാ അല്ല പിള്ളേർ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. കഴിക്കില്ലെഴുതേ, കഴിക്ക് കഴിക്ക്. ആ ഇങ്ങോട്ട് എന്താ കഴിക്കില്ലെഴുതേ? നല്ല മധുരമുള്ള ഐസ്ക്രീം. പിന്നെ ഐസ്ക്രീമിനെ കഴിക്കോ? എന്നാ കഴിക്ക്. ഇനി ഞാൻ തരാം. നീ കഴിക്കുന്നതാണ് എന്റെ സന്തോഷം. എന്തുവാടാ ഇത്? അല്ല അവര് ഐസ്ക്രീം കഴിക്കില്ലേ? മാനുവൽ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. നമുക്ക് പോയി ചോദിച്ചാലേ? സംസാരിച്ചോട്ട് നീ അവിടെ പോന്നു. പിള്ളേര് പോകണം. അച്ഛനും അമ്മ റൊമാൻറ്റിക് ആയിട്ട് ഇരിക്കണം. നിനക്ക് എന്താ നിനക്ക്? എന്റെ പൊന്നെ അവരിന്ന് റൊമാൻറ്റിക് ആവുന്നത് ആ സിന്ധു ചേച്ചിയുടെ മകളുടെ കീഴിൽ ഇരുന്നിട്ടാണ്. അതിനിപ്പോ എന്താ അവരെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ ഒരു കുഴപ്പമില്ല. അതങ്ങാണ് സിന്ധു ചേച്ചി കേട്ടോ. ഇനി ഇപ്പൊ നാട്ടിൽ മൊത്തം പാട്ടാവും. അതൊരു കുഴപ്പമില്ല. നിങ്ങൾ നിങ്ങൾ ചെല്ലു പിള്ളേർ. ചേച്ചി പോയെന്നാ. അവർ റൊമാൻസ് ആവട്ടെ. നീ പോ. ഞാൻ അങ്ങോട്ടേക്ക് ചിറ്റപ്പ ഐസ്ക്രീം ചിറ്റപ്പ അതുകൊണ്ട് നമുക്ക് വാങ്ങിത്തരും. ഇതെവിടെ പോന്നു? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് പോ, പോ, പോ. മതി മതി മതി, അവര് പോയി. കുറച്ചുകൂടെ എനിക്കൊന്നും വേണ്ട. നീ തന്നെ കഴിച്ചോ. തീർക്കും. നീ തന്നെ കഴിച്ചോണ്ടോ മതി. നിനക്ക് എന്തേലും കിട്ടിയോ? ഇതെന്ന് 2ര വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? ഒന്ന് ഇവിടെ നടക്കുന്നേ എന്നാടി? രാത്രി എന്താ ചുരിദാറൊക്കെ ഇട്ടിട്ട്? അത് രാവിലെ തേച്ച സാരി ഒന്നും കിട്ടിയില്ല. ഞാൻ പിന്നെ കൈ കിട്ടി ചുരിദാർ എടുത്തിട്ടോണ്ട് പോയി. നിങ്ങളെല്ലാരും കൂടെ ഒരേപോലത്തെ സാരി എങ്ങാണ്ട് വേണമെന്നല്ലേ പറഞ്ഞത്? അവരെല്ലാരും ഒരുപോലെ ആയിരുന്നു, ഞാൻ മാത്രം ഒറ്റയ്ക്ക്. അയ്യോ അപ്പൊ ഫോട്ടോ എടുത്തപ്പോഴോ? ഫോട്ടോ എടുത്തപ്പോ എല്ലാരും മുമ്പിൽ നിന്നിട്ട് ഒരുപോലെ ഫോട്ടോ എടുത്തു. ഞാൻ എന്നിട്ട് പുറകെ നിന്നിട്ട് എന്നെ കാണാതെ ഇങ്ങനെ കഴുത്ത് മാത്രം മുമ്പിലേക്ക് ഇട്ടു. കഷ്ടായി പോയി കേട്ടോ. ആ ചേച്ചിക്ക് എത്ര മക്കളുണ്ട്?
അത് പറഞ്ഞിട്ട് എന്തിനാ? അല്ല ഇനിയൊരു മോളുണ്ടെങ്കിൽ ആ കല്യാണത്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരേപോലത്തെ സാരി ഉടുക്കാലോ. ഷേ എടി നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ. ആ താങ്ക് യു. എടി ആ കൊച്ചു ഒളിച്ചോടി അങ്ങനെ പോയി കഴിഞ്ഞാൽ ചേട്ടത്തി എന്ത് ചെയ്യും? അതിന് ചേട്ടത്തി എന്തോ ചെയ്യാനാ, ആ കൊച്ചിന്റെ വീട്ടുകാർ ചെയ്തോളൂ. ഈ എന്റെ പൊന്നെ, ഞാനൊന്നും ചോദിച്ചില്ല, പൊക്കോട്ടെ. പോലെ 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 ഒരു കാര്യം പറയണ്ട്. കാര്യം പറയാനല്ല, കാണിച്ചു തരാൻ. കാണിച്ചു തരാണ്ട്. എന്താ വാ. വാ എന്താന്ന് പറ. വാ എന്നാന്ന് പറയാനല്ല, ഇതൊരു സർപ്രൈസ് ആണ്. വാ. ഇത് എങ്ങോട്ടാന്ന് പറ പിള്ളേരെ. വാ. താനിവിടെ ഐസ്ക്രീമിന്റെ കപ്പൊക്കെ കൊണ്ടുവച്ചേ? അല്ല എടാ, അച്ഛനും അമ്മയും ഇവിടെ. അച്ഛനും അമ്മയോ? ആ നാത്തു അച്ഛനും അമ്മയും കൂടെ ഇവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും കോരി കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. ഇങ്ങനെ അയ്യോ, അതെന്ത് പറ്റി? ആ? നോക്കട്ടെ. ഈ ഐസ്ക്രീം എവിടുന്നാ? ഐസ്ക്രീം എവിടുന്നാ? ഇത് ഫ്രിഡ്ജിൽ ഇരുന്ന്. നമ്മുടെ ഫ്രിഡ്ജിലിരുന്ന ഐസ്ക്രീം ആണെങ്കിൽ ചിലപ്പം ഇന്നലെ എക്സ്പയർ കഴിഞ്ഞതായിരിക്കും. ഇന്നലെ കുഴപ്പമില്ല, ഇന്നലെയാ. മോട്ടോർ ഓണാക്ക്. ഏതെങ്കിലും ബാത്റൂമിൽ കാണും അവര്. മോട്ടോർ ഓണാക്ക്. നീ ചുമ്മാ ഇരടാ. നാത്തോനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ എക്സ്പയറി കഴിഞ്ഞ സാധനം നമ്മുടെ വീട്ടിൽ വെക്കരുതെന്ന്? ഞാനും അത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതായിട്ട്, പക്ഷെ കേൾക്കുന്നില്ല ആര്? എന്റെ മനസ്സ്. നാത്തു അത് പിള്ളേരുള്ള വീടല്ലേ, അവരാണ് എടുത്ത് കഴിച്ചിരുന്നത്. എന്തോ ചെയ്തേനെ. എന്റെ കുഞ്ഞ്, ഞാനിത് പിള്ളേർക്ക് കൊടുക്കാനൊന്നും കൊടുത്തില്ല. പിള്ളേർക്ക് ഞാനിത് കൊടുക്കും തോന്നുന്നുണ്ടോ? ഞാൻ ഇവൻ കഴിച്ചോട്ടെ നേരിച്ചെടുത്തോണ്ട് വരുന്നല്ലേ. അത് കൊള്ളാത്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനം കഴിക്കാൻ ഞാനിതോ പരീക്ഷണ സാധനം വെള്ളം ഇല്ലയോ? അതല്ലടാ, നിനക്ക് കുറച്ച് സ്റ്റാമിന ഉണ്ടല്ലോ, കഴിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല. എന്നെക്കാട്ട് സ്റ്റാമിന ഉണ്ടല്ലോ ഭൂതത്തിന്. അയ്യോ, അവന് വെറുതെ തടി മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ എക്സ്പയറി കഴിഞ്ഞ ചപ്പാത്തി കഴിച്ചിട്ട് അവനാകെ വീണു. ഈ സദ്യ കഴിച്ചിട്ടേ ചൂട് പായസമൊക്കെ ഭയങ്കര ക്ഷീണം. ഞാൻ ഒന്ന് കിടക്കട്ടെ. വഴി പോ. അല്ല ഈ വഴി പോ. എന്തിനാ ഈ വഴി പോ? അതില്ലേ ഫ്രണ്ട്. കുഞ്ഞുവേ, എന്തോ? ഇനി മുതൽ ഞാൻ തന്നെ നിങ്ങളുടെ തലയൊക്കെ മസാജ് ചെയ്ത് തരാം കേട്ടോ. ഓ ആയിക്കോട്ടെ. ഇതാ ലളിതേ, ഇത് കഴിക്ക്. ജിലേബിയാ? വേണ്ടെന്നേ, ഇപ്പൊ ഐസ്ക്രീം കഴിച്ചല്ലേ ഉള്ളൂ. നിനക്ക് ഭയങ്കര മധുരമാ. ജീവിതം കുറച്ച് മധുരം ആവട്ടെ, കഴിക്കുന്നേ. അങ്ങനെയാണെ കഴിക്കാം. അങ്ങനെ അങ്ങനെയുണ്ട്. നല്ല മധുരം. ഇതുകൂടെ കഴിക്കും. ആ നിനക്ക് വേണ്ടേ? ഞാൻ കഴിക്കല്ലേ? കഴിക്കുന്നേ. ഇതുകൂടെ കഴിക്കും. മതി. കഴിക്കുന്നേ. സുഖമുണ്ടോ? നല്ല സുഖം. എന്താണ് ഏ എന്താണ്? ജിലേബിയാ? ഞാൻ വാങ്ങിച്ചോണ്ടെന്നാ, വേണോ? അല്ല ഈ ഓ, ചോദിച്ചത് ഇതോ? എടാ, ഇത് എണ്ണയാ. അച്ഛന്റെ തല മസാജ് ചെയ്യാനുള്ള എണ്ണയാ. നല്ല റിലാക്സ് ചെയ്യാൻ പറ്റുന്ന. ഓ ഈ ജിലേബി കഴിച്ചോണ്ട് തല മസാജ് ചെയ്യണം എന്താണെന്ന്. കഴിക്കില്ലേ? മതിന്നേ. കഴിക്കുന്നേ കുറച്ചുകൂടെ. കുറച്ച് മതി. അയ്യോ ലളിതേ, ഇതൂടെ കഴിക്കേ. മതിന്നേ. അങ്ങനെ പറഞ്ഞ പറ്റില്ല, കഴിക്കുന്നേ അങ്ങോട്ട്. അങ്ങനെ നല്ല ടേസ്റ്റ്. ഞാനേ ചോദിച്ചേ, ജിലേബി കഴിച്ചോണ്ട് തല മസാജ് ചെയ്യണം എന്താണെന്ന്. എന്താ ജിലേബി കഴിച്ചോണ്ട് തല മസാജ് ചെയ്യാൻ പാടില്ലടേ? പിള്ളേരൊക്കെ ഉള്ള വീടാണ്. പിള്ളേരുള്ള വീട്ടില് ജിലേബി കഴിച്ചോണ്ട് തല മസാജ് ചെയ്യാൻ പാടില്ലടേ? മക്കളെ, നീ ജിലേബി കഴിച്ചോടാ? ഞാൻ കഴിച്ചോണ്ടിരിക്കാൻ സൂപ്പർ സാധനം. ആണല്ലേ? ഞാൻ ചോദിച്ചതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. നീ ചോദിച്ചൊരു ഓളവിടെ അല്ലെ ഞാൻ നല്ല സമാധാനം പറഞ്ഞു തന്നെ. എന്തു പറ്റിയ അപ്പൂപ്പ? എന്തുവാ കലിപ്പിലാണല്ലോ? നിനക്ക് പഠിക്കാനൊന്നുമില്ല. കേരളത്തോട്ട് അച്ഛാ എന്തോ അച്ഛാ, എല്ലാ ദിവസവും ഇതേ ചോദ്യം ഞാൻ ചോദിച്ചോണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ ഈ ചോദ്യം ഇല്ലാണ്ട് ജീവിച്ചോട്ട്. എന്റെ മോളെ അച്ഛമ്മ എനിക്ക് തല മസാജ് ചെയ്തിരുന്നു. ഞാൻ അച്ഛമ്മയ്ക്ക് ജിലേബി വെച്ച് കൊടുക്കുന്നു. അതിപ്പോ എന്താ പ്രശ്നം? എന്താ എന്ത് പ്രശ്നം? സൂപ്പർ പരിപാടിയല്ലേ? എന്നാ നിന്റെ അച്ഛൻ പറയുന്നതൊക്കെ മോശമാന്നാ. ഇത് തന്നെ അപ്പച്ചി പറഞ്ഞത്. അപ്പച്ചി എന്തോന്ന് പറഞ്ഞു? നിങ്ങൾ രണ്ടുപേരും കൂടി പുറത്തിരുന്ന് ഐസ്ക്രീം കഴിച്ച് റൊമാൻസ് ചെയ്തില്ലായിരുന്നോ? പുറത്തിരുന്ന് ഐസ്ക്രീം വെച്ച് ചെയ്താ? അത് അപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്റെ കെട്ടിയൊക്കെ ഐസ്ക്രീം കൊടുക്കുന്നത് ജിലേബി കൊടുക്കുന്നത് പ്രശ്നം എന്താ നിനക്ക്? എന്താ പ്രശ്നം? കഴിക്കില്ലേ ഓ, മതി. വേണ്ടേ ലളിതേ? ഓ, സോ സാൽ പഹലെ मुझे तुमसे प्यार था, मुझे तुमसे प्यार था, आज भी है और कल भी रहेगा, और कल भी रहेगा. 100 साल पहले मुझे तुमसे പോയി. നീ കൊറേ നേരമല്ലോ ഈ വീടിന് ചുറ്റും എന്നെ വലിച്ചോണ്ട് നടക്കുന്നേ. ഒരു കട്ടൻ ചേട്ടാ, ഒരു കട്ടൻ ചേട്ടാടി. ഒന്ന് പോയാടാ, എനിക്ക് വയ്യ. എടി അച്ഛനും അമ്മ റൊമാൻസ് കളിച്ച് നടക്കുമല്ലേ? ചേട്ടത്തി അന്ന് സദ്യ കഴിച്ച് ക്ഷീണിച്ച് കിടക്കുക.
പിന്നെ ആ പടമുള്ള നീ മാത്രമല്ലേ ഉള്ളൂ. അല്ല നീ എന്താ നിന്റെ കൈക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ പൊന്നു ചേച്ചി ഒന്നും എനിക്ക് വയ്യ ചേട്ടാ. ഒരു കട്ടൻ എനിക്ക് ചായ ചായ കുടിക്കാൻ ഒരു തോന്നിയിട്ട് കട്ടൻ ഞാൻ ചായ ഇതാ ഇട്ട് ഒരു കട്ടൻ ചായ ചോദിച്ചോളൂ. ഒരു കട്ടൻ ചായ താ. നീയാണോ അച്ഛനമ്മ കീ കൊടുത്തു വിട്ടേ? ഏ? കീ കൊടുത്തു വിട്ടോ അച്ഛനമ്മയും? ഈ കീ കൊടുത്ത് ഇവിടെ ഉത്സവപ്രമീ ഇടുന്ന പാവളൊന്നും അല്ലല്ലോ. ഞാനൊന്നും ചെയ്തൊന്നുമില്ല, അത് അവർക്ക് തോന്നി ചെയ്യുന്നതാണ്. പിന്നെ ഇത് നിർത്താൻ വേണമെങ്കിൽ ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം. ദാ, ഏ? സത്യം പറ, നീ തുരുമ്പിറക്കുന്നതാണോ? തുരുമ്പ്? ഞാൻ തുരുമ്പ് ഇറക്കുന്നു? എടി ഞാൻ തുരുമ്പ് പരിപാടിയൊക്കെ നിർത്തിയിട്ട് വർഷങ്ങളായി, കുറെ നാളായി തുരുമ്പ് പരിപാടിയൊക്കെ നിർത്തിയിട്ട്. എടി ഇത് പത്തരമാതിരി തരി തങ്കം പോലത്തെ ഐഡിയ ആണ്. തങ്കം പോലത്തെ? അപ്പഴും തങ്കമല്ല ചേട്ടാ. പറയട്ടെ പറയടാ അങ്ങോട്ട്. അത് ഞാൻ പറയാൻ നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കണം. അതായത് അച്ഛനും അമ്മയും ഐസ്ക്രീം കഴിക്കണല്ലോ, അതുപോലെ ചേട്ടനും ചേട്ടത്തി ഐസ്ക്രീം കഴിക്കണം. നീ ഇവിടെ കിടന്ന്. എനിക്ക് ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. അതെന്താ? തൊണ്ടവേദന. അയ്യോ തൊണ്ടാനില്ലെങ്കിൽ ഞാൻ കൊണ്ട് കൊടുത്താൽ ഇപ്പൊ തിന്നു ചേട്ടത്തി. ആ അത് ശരിയാ. ചേട്ടൻ എന്നാലും രാവിലെ കാണിച്ച ഭയങ്കര മോശമായി പോയി കേട്ടോ. നാത്തു ഒന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ആ സാരി കൊണ്ട് തേച്ച് കൊടുത്തിരുന്നെങ്കിൽ എന്തായിരുന്നു? ചേട്ടന്റെ കയ്യിലെ വള ഊരി പോവായിരുന്നു. വളയില്ലല്ലോ എന്നെ വാച്ച് അതിൽ കയറി പിടിച്ചോ. രണ്ടുമില്ല. എന്റെ പൊന്നേട്ടാ, ചേട്ടൻ കുറച്ച് ഐസ്ക്രീം വാരി ചേട്ടത്തി കൊടുക്ക്. ഇതൊക്കെ കാണുമ്പോ അച്ഛൻ്റെ അമ്മയുടെ റൊമാൻസ് അങ്ങ് നിർത്തും. എടാ അങ്ങനെ പോകാൻ പറ്റില്ലടേ, അവള് ചിലപ്പോ തേപ്പൂട്ടി എടുക്കും. ആ ചിലപ്പോഴേ നാത്തു തേപ്പോട്ടി എടുത്തെന്നിരിക്കും. ആ നാത്തു പാവം ചുരിദാർ ഇട്ടോണ്ടാ ഇന്ന് പോയത്. പിന്നെ അത് മാത്രമല്ല ചെറുക്ക, ഇവരുടെ റൊമാൻസ് എന്തിനു കൊള്ളാം? എന്റെ ശിവേട്ടന്റെ റൊമാൻസ് അതാണ് സൂപ്പർ. എന്ത് ശിവേട്ടന്റെ റൊമാൻസ്? ശിവേട്ടൻ ഡ്യൂട്ടി കിക്കുമല്ലേ ശിവേട്ടൻ? അല്ലേ? അവിടെ എന്താ അവർ പോയി റൊമാൻറ്റിക് കാണിക്കുന്ന? വരത്തില്ല സ്വാമി ശരണം. ആ ചേട്ടാ, ചേട്ടൻ പോയി റൊമാൻറ്റിക് കാണിക്കണം ചേട്ടാ. എടാ എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞു. ചേട്ടാ എന്റെ ചേട്ടൻ പറഞ്ഞ മനസ്സിലാവാത്ത എന്താണ്? സഹനമാണ് സ്നേഹത്തിന്റെ അടിസ്ഥാനം. ഞാൻ ഇൻസ്റ്റാഗ്രാം റീൽസ് കണ്ടിട്ടുണ്ട്. എടാ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ആ റീൽസ് കുത്തിരുന്ന് കാണരുത്. എന്താ റീൽസ് കുത്തിയിരുന്ന് കാണുന്നില്ല? ചേട്ടൻ ഒന്ന് റൊമാൻറ്റിക് ആയിക്കൂടെ? എടാ അവള് വഴക്ക് പറയടാ, ചുമ്മാ എടേ നീ. ഞാൻ പറഞ്ഞില്ലേ അതല്ല റൊമാൻസ്. കാജലും ഷാരൂഖ് ഖാനും പോലുള്ള റൊമാൻസ് എന്റെ ശിവേട്ടന്റെ. ഷാറൂഖ് ഖാൻ ഡ്യൂട്ടി കിക്കുമല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരട്ടെ, കാജലൂടെ ഇരി, അടുപ്പിന്റെ എന്റെ മണ്ടേ കയറി ഇരി. ചേട്ടൻ പോയി റൊമാൻറ്റിക് ചെയ്യണം ചേട്ടാ. എടാ പറ്റൂല എന്ന് പറഞ്ഞില്ലേ നീ? പിന്നെ എന്തോന്നോടേ? പറ്റൂല എന്ന് പറഞ്ഞോണ്ടിരുന്നോ? അച്ഛനും അമ്മയും അവിടെ റോഡിലും ജംഗ്ഷനൊക്കെ പോയി റൊമാൻറ്റിക് കാണിക്കും. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരുന്നാ മതി പറ്റൂലെന്ന്. അയ്യോ അത് ശരിയാ കേട്ടാ. വേണോ? പിന്നെ വേണ്ടാന്നേ. മറ്റേ ഇതെവിടെ ഇരിക്കുന്നു? ഐസ്ക്രീം. ഐസ്ക്രീം അതെ അച്ഛൻ ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കാണിച്ചത് അല്ല ചേട്ടന് തൊണ്ടവേദനയാന്നല്ലേ പറഞ്ഞേ? എനിക്ക് തൊണ്ടവേദനയാണ്. മാറി ഇപ്പൊ തൊണ്ടവേദന? ഇല്ല അങ്ങനില്ല, ഞാൻ ഇത് നോക്കട്ടെ. അന്നല്ലേ നീ ഉറുമ്പിന് ക്രിമേഡി നേട്ടിട്ടുണ്ടോ? ഉറുമ്പിന് ക്രിമേഡി റീൽസ് കണ്ടതായിരിക്കും. ആ ഒരു ഉറുമ്പിങ്ങനെ പോകുന്നു, അതിന് ക്രിമേഡി ഉണ്ടെന്ന്. എന്റെ ദൈവമേ, നീ എവിടെ പോകുന്നു? നീ എവിടെ കട്ടൻ ചായിട്ടാ? എടി എനിക്ക് ആകപ്പാടുള്ള ചേച്ചിയല്ലേ നീ? നീ വെള്ളം ഞാൻ നിനക്ക് ഇപ്പം മാത്രമല്ല ആകപ്പാടുള്ള ചേച്ചിയായിട്ട് തോന്നുന്നത്. അടുപ്പ് കത്തിച്ചേരാം. എന്നാ പിന്നെ നിനക്ക് ആ തേയില അടുപ്പ്. അയ്യോ എന്റെ ദൈവമേ, എന്റെ കൈയും കാലും ഒക്കെ പേര്. എടാ വെള്ളം എടുത്തില്ലടാ. വെള്ളം ഞാൻ എടുത്തു തരാം. എന്താ ഇങ്ങോട്ട് നോക്ക്. ഇപ്പൊ നോക്കുന്നില്ല, എന്താന്ന് കാര്യം പറ. തിരിഞ്ഞു നോക്ക്. എന്താന്ന് പറയാൻ? നിങ്ങക്ക് എന്താ മനുഷ്യ? ഐസ്ക്രീം ഞാൻ ഇപ്പൊ ചോദിച്ചു ഐസ്ക്രീം. ചോദിക്കാതെ തരുന്നതല്ലേ ഭർത്താവിന്റെ ഒരു കടമ. ആ ചോദിക്കുന്നൊന്നും തരുകയും ചെയ്യരുത്, എന്നാൽ ചോദിക്കാത്തൊക്കെ കൊണ്ട് തരുകയും വേണം. നല്ല കടമ. ഞാൻ ഒരു 100 വട്ടം പറഞ്ഞല്ലോ ആ സാരി ഒന്ന് തേച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സാരി എടുത്തോണ്ട് പോകില്ലായിരുന്നു എല്ലാവരുടെയും കൂടെ. അതല്ല അതിന് പ്രായശ്ചിത്തമായിട്ടാണ് ഇത് കൊണ്ടുവന്നത്. പ്രായശ്ചിത്തം? ഇനിയിപ്പോ എന്ത് പ്രായശ്ചിത്തം ചെയ്തിരുന്നാ? എല്ലാവരും ഒരുപോലത്തെ സാരി എടുത്തോണ്ട് വന്നു, ഞാൻ മാത്രം വേറെ. അതാണ് വ്യത്യസ്ത. എല്ലാരും ഒരേപോലെ എടുത്തോണ്ട് വരുമ്പോ നമ്മള് വ്യത്യസ്തമായിട്ടുണ്ട്. വ്യത്യസ്ത. എന്നെ അവിടെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളുകയല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാരും കൂടെ എന്തൊക്കെ പറഞ്ഞെന്നറിയോ? അത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞിട്ടില്ല. കഴിക്കത്. എനിക്ക് ഐസ്ക്രീം ഒന്നും വേണം. കഴിക്ക്. എന്തിനാ ഇപ്പൊ ഇത് മേടിച്ചോണ്ട് വന്നേ? അച്ഛനും അമ്മയും കൂടെ ഭയങ്കര റൊമാൻസ്. അച്ഛനും അമ്മേ ഭയങ്കര റൊമാൻസ്. പുറത്തിരുന്ന് ഐസ്ക്രീം കഴിക്കുന്നു, ഈ നടുത്തളത്തിരുന്ന് ജിലേബിയും പിന്നെ തല മസാജ് കൊടുക്കുന്നു. അവര് ഭാര്യ ഭർത്താവൂല്ലേ? ഈ സ്നേഹമൊക്കെ കണ്ടുവേണം പിള്ളേര് വളരാൻ. നമ്മളും അങ്ങനെ റൊമാൻസിൽ പിന്നോട്ടല്ലാന്ന് നമുക്കൊന്ന് കാണിച്ചു കൊടുക്കാം. ആരെ കാണിച്ചു കൊടുക്കാൻ? അച്ഛനും അമ്മയും. എന്ത്? അപ്പൊ ഇത് പിള്ളേരുള്ള വീടല്ലായിരിക്കും. അല്ല അവര് കാണണ്ട, ഇവര് മാത്രം കാണുക രീതിയിൽ.
ഒന്ന് പോയ ഉത്തോണ്ട് അവിടുന്ന്. നീ കഴിക്കാം അങ്ങോട്ട്. എനിക്കൊന്നും വേണ്ട. വാ വാ ഇങ്ങോട്ട്. എങ്ങോട്ട് വരാൻ? കഴിക്കാതെ എവിടെ പോയിരുന്നു? പുറത്തെടുത്ത് പോയി അങ്ങോട്ട് തന്നെ. വാ ഇങ്ങോട്ട്. ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് വേണം കഴിച്ചു. ഇവിടെ നിന്ന് കഴിക്കാണ്. ആ. ഇവിടെ നിന്നല്ല കഴിക്കേണ്ടത്. ഉത്തോണ്ട് ഇപ്പൊ എന്താ വേണ്ട? ഞാൻ ഈ ഐസ്ക്രീം കഴിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ ഇവിടുത്താ. അല്ല ഇവിടെ നിന്നല്ല. അല്ല ഇവിടെ നിന്നല്ല. അവര് കാണുക രീതിയില് അവരെ കാണിച്ചാ പോരെ? അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഐഡിയ പ്ലാൻ ചെയ്യാം. ഒന്ന് തുറന്നു തന്നെ. ആ തുറന്നു. അല്ലേ? താങ്ക്സ്. ഇവിടെ നിന്നല്ല. അവിടെ ഞാൻ ഈ ഐസ്ക്രീം കഴിച്ചോണ്ട് ആലോചിക്കാം എന്ത് ചെയ്യാൻ പറ്റുന്നു. നല്ല ഐസ്ക്രീം. കൊള്ളാം. നമുക്ക് അവിടെ പോയി ഇല്ല ഇവിടെ നിന്ന് ആലോചിച്ചിട്ടേ ഒരു ഐഡിയ കണ്ടുപിടിക്കാം. കല്യാണ സ്ഥലത്ത് ഐസ്ക്രീം ഇല്ലായിരുന്നു, പായസമായിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്യാം. കറക്റ്റ്. ഞാൻ വരുത്തരാം. ഓ കൊള്ളാം. സൂപ്പർ. മതി മതി, ഒരെണ്ണം മതി. ബാക്കി ഐഡിയ നമുക്ക് പിന്നെ പ്ലാൻ ചെയ്യാം. ശരി എന്നാ. അപ്പോഴത്തേക്ക് ഇത് അലിഞ്ഞു പോയില്ലേ? അത് സാറില്ല. അമ്മ അപ്പച്ചി അമ്മ അപ്പച്ചി 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 എണീറ്റ് ചുമ്മാ എഴുന്നേറ്റ്. എന്താണ് വിശക്കുന്ന അപ്പച്ചി? വിശക്കുന്നെങ്കിൽ അടുക്കളയിൽ പോയി വല്ലതും കഴിക്കടി. അടുക്കളയൊന്നും ഇല്ല കഴിക്കാൻ. ആ കഴിച്ച് തീർക്കുമ്പോ ആലോചിക്കണം, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അമ്മേ അടുക്കളയിലൊന്നും കഴിച്ചുണ്ടാക്കിയില്ല. ഉണ്ടാക്കിയില്ലേ? അമ്മ എന്ത് ചെയ്യപ്പോ? അപ്പൂപ്പനും അമ്മമ്മയും കൂടെ ഫോട്ടോ കുട്ടി എടുത്തുന്നു. ഫോട്ടോ ഷൂട്ട് എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പച്ചി എന്തെങ്കിലും ഉണ്ടാക്കിത്താ അപ്പച്ചി. പിഞ്ചുവേറെ അങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല. നിന്റെ പിഞ്ചു വയറല്ല, നിന്റെ കുറച്ച് വിളഞ്ഞതാണ്. ഞാൻ സ്റ്റുഡന്റ് അല്ലേ? ആ സ്റ്റുഡന്റ്. എന്നാലും ഈ ഫുഡ് ഉണ്ടാക്കാതെ എങ്ങനെയാണ് പോയി ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കണേ? അമ്മ വിശക്കുന്ന 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റൂല. കാല് പിടിച്ച് വലിക്കരുത്, ഞാൻ വരാം. ബ്രെഡും ജാമെങ്കിലും ഉണ്ടാക്കിത്താവാ. ബ്രെഡും ജാമും ഉണ്ടാക്കേണ്ട കാര്യമില്ല കണ്ണത്. ആ വലിച്ചേച്ചി എടുത്ത് തരുവിടെ എടുത്തു കൊടുക്കും. എന്താ അപ്പച്ചി ഒന്നും ഉണ്ടാക്കിത്താ? ബ്രെഡ് ഒന്നും കഴിക്കാൻ വയ്യ. മനോഹരമായ ഹാവൻബ്രൂക്ക് പട്ടണത്തിലെ ഒരു സായാഹ്ന സന്ധ്യയിൽ എമിലിയും മാർക്കും വീണ്ടും കണ്ടുമുട്ടി. നീണ്ട ഒരു പ്രണയത്തിലേക്കുള്ള തിരികൊളുത്തലായിരുന്നു ആ കണ്ടുമുട്ടൽ എന്ന് ഇരുവരും തിരിച്ചറിഞ്ഞില്ല. ഇരുവരും കഫേയിലേക്ക് കയറി. എമി തെല്ല് നാണത്തോടെ മാർക്കിനെ നോക്കി പുഞ്ചിരിച്ചു. കഫേയിലെ ഗിത്താർ സംഗീതത്തെ സാക്ഷിയാക്കി മാർക്ക് തന്റെ പ്രണയം എമിലിയെ അറിയിച്ചു. സൂപ്പർ അല്ലേ? മിഥുനമല്ല കിലുക്കം. ഇവിടെ ചെറുക്കാൻ നീ ഒറ്റ കാരണം ഇവിടെ ബാക്കിയുള്ളവർക്ക് ഭക്ഷണം പോലും ഇല്ല കഴിക്കാൻ വേണ്ടിട്ട്. ഭക്ഷണമില്ലേ? പുറത്താണ് പോയി മേടിച്ചു. ചീറ്റപ്പ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല ഒന്നും. എന്നാ പോയി ഉണ്ടാക്ക്. നീ ചുമ്മാ കളിക്കല്ലേ സുമേ, മര്യാദക്ക് ഇങ്ങോട്ട് വന്നു. ഞാൻ വരുന്നേ. എടാ അച്ഛനും അമ്മ അപ്പുറത്ത് ഫോട്ടോ ഷൂട്ട് ചെയ്ത് ഇവര് രണ്ടുപേരും ഇവിടെ പ്രേമിച്ചോണ്ട് പ്രേമിക്കട്ടെ. അവര് പ്രേമിച്ചോട്ടെ, പക്ഷെ അടുക്കളയിൽ പോയി വല്ലതും ഉണ്ടാക്കണോ? നിനക്കൊട്ടായി കൂടെ? ആ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്റെ പൊന്നു. സമയം കടന്നുപോയി. നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആ രാത്രിയിൽ കൈകൾ പരസ്പരം കോർത്ത് ഭാവി സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് അവർ ഇങ്ങനെ നടന്നകന്നു. കൊള്ളാല്ലേ?